ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം, ഇവിടെ കാണുന്നുണ്ടല്ലേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ള തസ്തികയാണ്. നമ്മളിൽ ഒരുപാട് പേര് അല്ലെ, ബിരുദതലം വരെ പഠിച്ച ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റാണ്. കേരള PSC നടത്തുന്ന പരീക്ഷകളിലെ ഏറ്റവും മികച്ച ജോലികൾ നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളത്. അപ്പോൾ 2024 ഡിസംബറിൽ ഒരു ക്രിസ്മസ് സമ്മാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 3 വർഷത്തിന് ശേഷമാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മളുടെ കൂട്ടത്തിൽ മുൻപും ബിരുദതല പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരുണ്ടാകും, ആദ്യമായിട്ട് ഇത്തരം പരീക്ഷകൾ അഭിമുഖീകരിക്കാൻ പോകുന്നവരുണ്ടാകും. അപ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 2024 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞു ഇല്ലേ, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ ഒരു സംശയമാണ്, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് ആണോ? നമ്മുടെ വിചാരത്തില് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മാത്രമുള്ള ജോലിയാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെല്ലപ്പേരിട്ട് ഈ ഒരു പരീക്ഷയെ വിളിക്കുന്നതാണ്. ശരിക്കും കേരള PSC വില്ലേജ് ട്രൈബ്യൂണൽ പോലെയുള്ള വ്യത്യസ്ത സർക്കാർ സ്ഥാപനങ്ങളിൽ, സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും അതിന്റെ ജില്ലാ ഓഫീസുകളിലും ഒക്കെ നല്ലൊരു പോസ്റ്റിലേക്ക് എത്താനുള്ള പരീക്ഷയാണ് ഇതെന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള ചെല്ലപ്പേരിൽ മാത്രം നമ്മൾ ഇതിനെ അറിയപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയും അതിന്റെ വിശദ വിവരങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ വർഷത്തെ പരീക്ഷ, ഇനി വരാനിരിക്കുന്ന പരീക്ഷയെ നോക്കിക്കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് കേരള PSC ഓഫീസ് അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു പരീക്ഷ വഴി നടത്താൻ പോകുന്നത്. അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തികയിലേക്കായിരിക്കും ഈ ഒരു പരീക്ഷ പ്രകാരം നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും എടുത്തു പറയാണ്, കേരള PSCയുടെ വൺ ഓഫ് ദ ഗ്ലാമറസ് പോസ്റ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2024 പരീക്ഷയെ നമുക്കൊന്ന് നോക്കി കാണണമെങ്കിൽ 2021 നടന്ന നോട്ടിഫിക്കേഷൻ, അതനുസരിച്ച് നടന്ന പരീക്ഷ, അതിന്റെ റാങ്ക് ലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പോകണം. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 2021 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 3 തീയതിയായിരുന്നു. 2021 ഏപ്രിൽ 3 തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. കാറ്റഗറി നമ്പർ 57/2021 ആയിരുന്നു. ഞാൻ പറഞ്ഞു അല്ലെ, കേരള PSC അടക്കം വില്ലേജ് ട്രൈബ്യൂണൽ അടക്കം അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തികയായിരിക്കും അല്ലെ, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലെ ഒക്കെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തികയിലേക്കായിരിക്കും ഈ ഒരു പോസ്റ്റ് വരിക, ഈ ഒരു നിയമനം വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, എന്നായിരുന്നു പരീക്ഷ നടന്നത്? നമുക്കറിയാം PSC അല്ലെ 2 ഘട്ട പരീക്ഷകളാണ് നമുക്കുള്ളത്. ഒന്ന് ഒരു പ്രിലിമിനറി പരീക്ഷ, ഒരു പ്രാഥമിക തല പരീക്ഷയും, പിന്നെ അതിൽ നിന്ന് അല്ലെ നിശ്ചിത കട്ട് ഓഫ് കടക്കുന്ന ആൾക്കാർക്കുള്ളൊരു മെയിൻസ് പരീക്ഷ, ഒരു മുഖ്യ പരീക്ഷയുമാണ് നമുക്കുള്ളത്. ബിരുദതല പരീക്ഷകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പാറ്റേണിൽ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയും നടന്നത്. ഈ വർഷത്തെ പരീക്ഷയും അങ്ങനെ തന്നെ ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ പ്രിലിമിനറി എക്സാം നടന്നത് 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു. ഓക്കെ, 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു നടന്നത്. ഒന്ന് 30/10/2021 2021 ഒക്ടോബർ 30-നും, പിന്നൊന്ന് നടന്നത് 2021 നവംബർ 13-നുമായിരുന്നു. പ്രിലിമിനറിയുടെ 2 ഘട്ട പരീക്ഷകൾ നടന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം ഒരു റിസൾട്ട് വന്നു, ഒരു കട്ട് ഓഫ് വന്നു. 2022 അതിന്റെ റിസൾട്ട് വന്നു. 2022 ഡിസംബർ 13-നാണ് മെയിൻസ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, മെയിൻസ് പരീക്ഷ നടക്കുന്നത് 2022 ഡിസംബർ 13-നാണ്. നോട്ടിഫിക്കേഷൻ വന്ന ഏകദേശം ഒരു വർഷത്തിനുള്ളിലെ മെയിൻസിന്റെ പരീക്ഷ, പ്രിലിംസ് പരീക്ഷയും മെയിൻസ് പരീക്ഷയും കഴിഞ്ഞു. അങ്ങനെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു. ഈ മെയിൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് നിലവിൽ വന്നു 2023 ഏപ്രിൽ 12-ന് നിലവിൽ വന്നു. പരീക്ഷ കഴിഞ്ഞു. നോക്കാം നമുക്ക് കൃത്യമായിട്ട്. PSC വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെ. പരീക്ഷ കഴിഞ്ഞ്, മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് ഏകദേശം 4 മാസത്തിനുള്ളിൽ എന്ത് വന്നിട്ടുണ്ട്? കൃത്യം 4 മാസം അല്ലെ, 4 മാസം എടുത്തപ്പോഴേക്ക് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കട്ട് ഓഫ് നമുക്ക് നോക്കാം അല്ലെ. പഴയ പരീക്ഷയുടെ കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രിലിംസിന്റെ കട്ട് ഓഫ്, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 47.56 എന്നുള്ളതായിരുന്നു. 47.56. നമുക്കറിയാം, ഒരു ബിരുദതല പരീക്ഷ എന്ന് പറയുന്നത് അത്ര വേഗത്തിൽ കടന്നു പോകാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെതായിട്ടുള്ള കാഠിന്യമേറിയ ചോദ്യങ്ങളും നിലവാരമുള്ള ചോദ്യങ്ങളും പ്രസ്താവന പോലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയും അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 47.56 ആയിരുന്നു പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻസ് പരീക്ഷയിൽ വന്നപ്പോഴേക്കും കട്ട് ഓഫ് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലെ. 43.67 എന്നുള്ളതായിട്ട് കട്ട് ഓഫ് മാറി. അപ്പൊ പരീക്ഷയുടെ നിലവാരം
കൂടി എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് വീണ്ടും വീണ്ടും നമ്മൾ എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷ, 3 വർഷത്തിന് ഇപ്പുറം നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് അത് കുറെ കൂടി നിലവാരമുള്ള ചോദ്യങ്ങൾ, കുറെ കൂടി കാഠിന്യമുള്ള ചോദ്യങ്ങൾ, കുറെ കൂടി ഡീപ്പായിട്ടുള്ള വിഷയങ്ങളെ ഒക്കെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ 2021 പരീക്ഷയുടെ വിവരങ്ങൾ ഇതായിരുന്നു. കട്ട് ഓഫ് പറഞ്ഞു, നമ്മള് റാങ്ക് ലിസ്റ്റ് എന്നാ വന്നേന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പരീക്ഷ നടന്ന ദിവസങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത നോക്കാം. ഇനി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ 2023 ഏപ്രിലിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? നമുക്കറിയാം മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റുമായിട്ട് മെയിൻ ലിസ്റ്റിൽ 961 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻ ലിസ്റ്റിൽ 961 പേരും വിവിധ വിഭാഗങ്ങളിലെ സപ്ലിമെന്ററി ലിസ്റ്റുകളിലായിട്ട് 1000-ലധികം പേരും, കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞാൽ 1130 പേര്. അപ്പൊ 1000-ലധികം പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും 961 പേര് മെയിൻ ലിസ്റ്റിലും ഉൾപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റ് ആണ് 2021 നോട്ടിഫിക്കേഷൻ വന്ന കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ചോദ്യം, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു, എന്ന് വന്നു എന്ന് പറഞ്ഞു, എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ എത്ര പേർക്ക് നിയമനം ലഭിച്ചു? അത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അല്ലെ. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്, ഞങ്ങൾ ഈ പരീക്ഷയൊക്കെ പഠിക്കുന്നു, ഞങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റിലുണ്ട്, എത്ര പേർക്ക് നിയമനം ലഭിക്കും? അതുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത്. ഞാൻ മുൻപും പറഞ്ഞു, ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന PSC നടത്തുന്ന പരീക്ഷകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് അസിസ്റ്റന്റ് തസ്തികകളെല്ലാം. അതിപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന പോസ്റ്റുകളാണ്, എല്ലാവരും കാത്തിരിക്കുന്നതുമാണ്. അപ്പൊ നമുക്ക് നോക്കാം. PSC നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, PSCയുടെ കണക്ക് പ്രകാരം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ PSC വെബ്സൈറ്റിൽ നിന്നുള്ള ഈ ഒരു വിവരം അതേപടി നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. PSC നമുക്ക് പറഞ്ഞ കാര്യമാണ്. നമ്മൾ പറഞ്ഞില്ലേ 961 പേര് മെയിൻ ലിസ്റ്റിലും 1130 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിരുന്ന ആ റാങ്ക് ലിസ്റ്റിൽ 419 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. 419 പേർക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 419 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. 419 പേർക്ക് നിയമനം ലഭിച്ചു. നമ്മൾ പറഞ്ഞില്ലേ 2023 ഏപ്രിൽ 12-നാണ് നമ്മുടെ ലിസ്റ്റ് നിലവിൽ വരുന്നത്. 419 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. അവസാനത്തെ അഡ്വൈസ് പോയ ഡേറ്റ് നോക്കിക്കേ, 2024 ഒക്ടോബർ 30. അതായത് കഴിഞ്ഞ മാസം അല്ലെ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. 419 പേർക്ക് നിയമനം ലഭിച്ചു. 961 പേരുടെ മെയിൻ ലിസ്റ്റ്, അതിൽ 419 പേർക്ക് നിയമനം ലഭിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണോ? അല്ല. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ്? അടുത്ത വർഷം വീണ്ടും ഒഴിവുകൾ കൂടും, റിട്ടയർമെന്റ്സ് ഒരുപാട് വരുന്നുണ്ട്, ഒഴിവുകൾ കൂടും, നിയമന സാധ്യതയേറും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ. നോക്കിക്കേ, അതേപോലെ തന്നെ ഓപ്പൺ കോട്ടയിൽ 285 റാങ്കുകാർ വരെ കയറിയിട്ടുണ്ട്. EWS ആണെങ്കിൽ 321 വരെ ഉണ്ട്. അതേപോലെ തന്നെ SC ST കാൻഡിഡേറ്റുകളൊക്കെ ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റുകളിൽ നിന്ന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാറ്റിൻ കാത്തലിക് ആണെങ്കിൽ 789 പേരാണ് കയറിയിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 414 റാങ്കുകാർ വരെ നിയമനം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നായിട്ട് നല്ല റാങ്കുകളെ, ഏറ്റവും നമ്മൾ ലാസ്റ്റ് റാങ്കുകളിലേക്ക് വരുന്ന ആളുകൾ വരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോലും ആളുകൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 419 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഈ 419 വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ റാങ്കുകാർക്കൊക്കെ നിയമനം ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് അല്ലെ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അത്രയും നിയമനങ്ങൾ നടന്നിട്ടുള്ള പോസ്റ്റാണ്. നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. PSC നമുക്ക് അഷ്വറൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ലിസ്റ്റിന്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് ഒരു ലിസ്റ്റിന്റെ കാലാവധി. നമ്മുടെ ലിസ്റ്റ് വന്നത് എന്നാ? 2023 ഏപ്രിൽ. അത് പ്രകാരം 2024 ഏപ്രിൽ വരെ എന്നാണ് 2026 ഏപ്രിൽ വരെ എന്തിന് കാലാവധിയുണ്ട്? നിലവിൽ വന്ന ലിസ്റ്റിന് കാലാവധിയുണ്ട്. അതിനുള്ളിൽ ഇപ്പൊ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് 419 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ, ഇനി ഒരു പകുതി, ഒരു 1.5 വർഷം കൂടിയുണ്ട്. ആ വർഷം കൊണ്ട് ഇതിലധികം പേർക്ക് ഇനി നിയമനം ലഭിച്ചു എന്ന് വരാം. അപ്പോൾ ഒട്ടും മിസ്സാക്കി കളയാൻ പറ്റാത്ത ഒരു അവസരം തന്നെയാണ് നമുക്കിപ്പോൾ മുന്നിൽ കൊണ്ടുവന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഈ അനലൈസേഷൻ വഴി നിങ്ങൾക്ക് ലഭിച്ച, അല്ലെങ്കിൽ ഈ അനാലിസിസ് വഴി നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം, നിയമനങ്ങൾ നടക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അടുത്ത സർക്കാർ ജോലി അല്ലെ, അടുത്ത വർഷം നമ്മളൊരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക്
ഉടനെ തന്നെ പഠിച്ചു തുടങ്ങാം അല്ലെ, ഉടനെ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ നമ്മള് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ്. 2023 ഏപ്രിലിൽ വന്ന ലിസ്റ്റ് പ്രകാരം ആദ്യത്തെ അഡ്വൈസ് പോകുന്നത് 2023 മെയ്യിലാണ്. ഏപ്രിൽ ലിസ്റ്റ് വരുന്നു, മെയ്യിൽ ആദ്യത്തെ അല്ലെ, മെയ് 10-ാം തീയതി ആദ്യത്തെ അഡ്വൈസ് പോകുന്നു. ഏറ്റവും ഒടുവിലത്തെ അഡ്വൈസ് പോയത് 2024 ഒക്ടോബർ 30-നാണ്. ആകെ എത്ര അഡ്വൈസ് പോയി? ആകെ എത്ര അഡ്വൈസാ പോയിട്ടുള്ളത്? 419 അഡ്വൈസ് പോയിട്ടുണ്ട്. 1.5 വർഷ കാലാവധിക്കുള്ളില് 419 അഡ്വൈസ് പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലായി? 2024 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പത്രമാധ്യമങ്ങളിലും PSCയുടെ ഭാഗത്തു നിന്നുള്ള നോട്ടിഫിക്കേഷനുകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പരീക്ഷയുടെ ക്രമീകരണത്തില് ചില ഘട്ടങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ PSC വരുത്താൻ പോവുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ച നടന്ന LSGA പരീക്ഷ അല്ലെ, പഞ്ചായത്ത് സെക്രട്ടറി വകുപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കുള്ള പരീക്ഷ നമ്മൾ കണ്ടിരുന്നു. മെയിൻസ് പരീക്ഷയില് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള മാറ്റങ്ങൾ പരീക്ഷയിൽ ഉണ്ടായിരുന്നു, പരീക്ഷ നടത്തിപ്പിലുണ്ടായിരുന്നു. എന്തായിരുന്നു അതെന്ന് പറയുന്നത്? മെയിൻസ് പരീക്ഷയിൽ 2 പേപ്പറുകൾ ഉൾപ്പെടുത്തി അല്ലെ, പേപ്പർ 1ഉം പേപ്പർ 2 എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ അല്ലെ, നമ്മൾ ഏത് പരീക്ഷയാണോ എഴുതുന്നത് അതിന്റെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 100 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേ മാതൃകയിൽ തന്നെ കഴിഞ്ഞ LSGA പരീക്ഷയുടെ അതേ മാതൃകയിൽ തന്നെയായിരിക്കും അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയെന്ന് PSC ഉറപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റർവ്യൂവും ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഘട്ട പരീക്ഷയെ നമ്മൾ നേരിടേണ്ടി വരും അല്ലെ. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്ന എന്നായിരിക്കും? നോട്ടിഫിക്കേഷൻ വരുന്നത് 2024 ഡിസംബറിലായിരിക്കും അല്ലെ. നമ്മുടെ ക്രിസ്മസ് സമ്മാനമാണ് 2024 ഡിസംബറിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും. എക്സാം എങ്ങനെയായിരിക്കും? ഒരു ഒബ്ജക്റ്റീവ് അല്ലെ, 100 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇനി പ്രിലിംസിൽ നിന്ന് മെയിൻസിലേക്ക് എത്തുമ്പോഴോ 2 പേപ്പറുകൾ ഉണ്ട് അല്ലെ. രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നമുക്ക് 2 പേപ്പറുകൾ എഴുതേണ്ടി വരും. ഒന്നാമത്തെ പേപ്പറിൽ 100 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക, രണ്ടാമത്തെ പേപ്പറിലും 100 മാർക്കായിരിക്കും ഉണ്ടാവുക. ഇതിൽ എന്തായിരിക്കും ഇതിന്റെ സിലബസ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഒരു ഇതുവരെയുള്ള കണക്കുകൂട്ടൽ അനുസരിച്ച് പ്രിലിംസിന്റെ സിലബസിലെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു ഡിഗ്രി തലത്തിലുള്ള പ്രാഥമിക പരീക്ഷയുടെ സിലബസ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. പക്ഷേ മെയിൻസിലേക്ക് എത്തുമ്പോഴേക്കും പേപ്പർ 1ഉം പേപ്പർ 2ഉം, പേപ്പർ 1ല് നമ്മൾ സാധാരണ പറയാറുള്ള ഹിസ്റ്ററിയും ജിയോഗ്രഫിയും അതേപോലെ റീജിയണൽ ലാംഗ്വേജും സയൻസും IT-യും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങളും, പേപ്പർ 2ലേക്ക് വരുമ്പോഴേക്കും കേരള ഗവേണൻസ്, അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പദ്ധതികൾ, നിയമങ്ങൾ, ആക്ടുകൾ, ഇതൊക്കെ ആയിരിക്കാം മേ ബി പേപ്പർ 2ല് ഉണ്ടാവുക. PSCയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഉറപ്പുകളൊന്നും വിശദീകരണങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും LSGA പരീക്ഷയൊക്കെ നടന്നതിന്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനായിരിക്കാം സാധ്യത. അവിടെയും 100 മാർക്ക് തന്നെയാണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ഇന്റർവ്യൂ, അതിനുശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റും നിയമനങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോ ഒരു 3 ഘട്ടങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു പ്രിലിംസ് പരീക്ഷയുണ്ട്, 2 പേപ്പറുകളുള്ള ഒരു മെയിൻസ് പരീക്ഷയുണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇത്രയും ചേരുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2024 പരീക്ഷ പൂർണ്ണമാകുന്നത് എന്ന് പറയാം. അടുത്തൊരു വർഷം 2025 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മൾ പഠിച്ചു തുടങ്ങണമെന്ന് മനസ്സിലായി അല്ലേ. നമുക്ക് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും ക്രമീകൃതമായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ, സിലബസ് മാറുന്നുണ്ട്, എക്സാം പാറ്റേൺ മാറുന്നുണ്ട്, അപ്പൊ ഇതിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു പഠനം നമ്മൾ കാഴ്ചവെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റില് മുൻനിര റാങ്കുകളിൽ നമുക്ക് ഒരു പരീക്ഷ എഴുതുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നാൽ മതിയോ? പറ്റില്ല. മുൻ റാങ്കുകൾ അല്ലെ, ഒന്നാമത്തെ റാങ്കുകൾ, ആദ്യ റാങ്കുകളിൽ നമ്മൾ എത്തണം. ആദ്യ അഡ്വൈസുകളിൽ നമ്മൾ നിയമനം നേടി പോകണം. നമ്മുടെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളോടൊപ്പമുണ്ട്. വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള, പുതുമയുള്ള ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും നല്ലൊരു ക്രമീകൃതമായ കോഴ്സാണ്, അടുക്കും ചിട്ടയും ഉള്ള ഒരു കോഴ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ കോഴ്സ് പ്രിലിംസ് പ്ലസ് മെയിൻ ബാച്ച്, ഒന്നാമത്തെ ബാച്ച് നമ്മൾ ഈ വരുന്ന നവംബർ 20 ലോഞ്ച് ചെയ്യാണ്. നവംബർ 20 തന്നെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും.
അപ്പോൾ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 350 മണിക്കൂറിലധികമുള്ള ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടായിരിക്കും. 50 മണിക്കൂറിൽ പരമുള്ള ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. വെറുതെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല, മുൻവർഷ ചോദ്യങ്ങളെയും ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളുടെ മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ തന്നെ UPSC ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാര്യം നമുക്ക് UPSCയുടെ മാതൃകയിൽ അല്ലെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളുടെ മാതൃകയിലേക്ക് നമ്മുടെ കേരള PSC മാറുന്നുണ്ട്. അപ്പോൾ UPSC ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ഡെയിലി ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. വീക്ക്ലി മന്ത്ലി അസസ്മെന്റ്സ്, നിങ്ങളുടെ പഠന പുരോഗതി നിങ്ങളെ അറിയിക്കുന്ന ആ ഒരു വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാൻ ഒരു മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പഠന പുരോഗതിയും ഒക്കെ വിലയിരുത്തുന്ന മെന്റർ ഉണ്ടായിരിക്കും. മോട്ടിവേഷണൽ സെഷൻസ്, നമ്മുടെ അമൽ സാറിന്റെ മോട്ടിവേഷണൽ സെഷൻസ്. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിൽ എന്ത് വരും? കുറെ സംശയങ്ങളും ഇത് എന്നെ കൊണ്ട് നടക്കുമോ എന്നുള്ള കുറെ ഡൗട്ടുകളും ഒക്കെ വരും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മാറ്റിത്തരാൻ വേണ്ടി നമ്മുടെ അമൽ സാറിന്റെ മോട്ടിവേഷണൽ സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അവിടെ തുറന്ന് പറയാം. പിന്നെ PDF നോട്ട്സും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റഡി മെറ്റീരിയൽസും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ലെ, കറണ്ട് അഫയർ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അതേപോലെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ തരും. അപ്പോൾ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് എന്ന് പറയുന്നത്. നവംബർ 20 നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വളരെ മികച്ച ഒരു കോഴ്സാണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ നേടും, നമ്മൾ ഒന്നിച്ച് നേടും, സൂപ്പർ നോട്ട്സിനോടൊപ്പം നേടും. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കും നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. 8281223366 അല്ലെങ്കിൽ 7012303175 എന്നുള്ള നമ്പറിൽ. അപ്പോൾ നമ്പർ കമന്റ് ബോക്സിലും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിച്ച് ഈ വർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഒന്നിച്ച് നേടാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.